നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 514 514. ഓം ഗം ഗണപതേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. ഓം നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 514 8-ാം സർഗം കംസൻ്റെ ദേവീ ദർശനം. വളരെ ചെറിയ ഒരു സർഗം, 21 ശ്ലോകമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ അതിലും 21 ശ്ലോകമായിരുന്നു 7-ാമത്തെ സർഗം. അതെന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അമ്പാടിയിലേക്കുള്ള എഴുന്നള്ളത്ത്, വസുദേവരുടെ പ്രത്യാഗമനം. അപ്പോൾ അത് ലാസ്റ്റ് ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ്. 21-ാമത്തെ ശ്ലോകം. നോക്കിത്തിരിഞ്ഞു താൻ വന്ന വഴിയെ തന്നെ ഭാഗ്യവാൻ മടങ്ങി അതിവേഗത്തിൽ മധുരാപുരി പോകിനാൻ. അതായത് ഭഗവാന്റെ ആദേശപ്രകാരം കംസഗൃഹത്തിൽ തൻ്റെ വാമഭാഗമായിരിക്കുന്ന അല്ലെങ്കിൽ ധർമ്മപത്നിയായിരിക്കുന്ന ദേവകീ ദേവി ഭഗവാൻ ശ്രീഹരിയെ ഒരു ബാലരൂപത്തിൽ പ്രസവിച്ചു. അതാണ് പിന്നെ കൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെട്ട കുട്ടി. അപ്പോൾ പ്രസവാനന്തരം എന്നെ ഇവിടെ കടത്തരുത്, അമ്പാടിയിൽ നന്ദഗോപൻ്റെ യശോദ പ്രസവിച്ച ഒരു പെൺപൈതലുണ്ട്, അവിടെ ചാരത്ത് കടത്തി ആ പൈതലിനെ ഇവിടെ കൊണ്ട് കടത്തണം, ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ വേവലാതിപ്പെടേണ്ട, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് കംസൻ്റെ ദേവീ ദർശനം എന്താന്ന് നോക്കുക. അപ്പോൾ 1-ാമത്തെ ശ്ലോകം പറഞ്ഞു, 8-ാം സർഗം ശ്രീകൃഷ്ണ ലീലാകാണ്ഡത്തിൽ. മാറ്റമായി കൊണ്ടുവന്നുള്ള കൊച്ച് ഓമൽ കോമളാംഗയെ മാറോടണച്ചു നിന്നൽപ്പം മോദിച്ചാൾ മധുഭാഷിണി. ആരാ മധുഭാഷിണി? ദേവകീ ദേവി. മാറ്റമായി കൊണ്ടുവന്നുള്ള കൊച്ചോമൽ കോമളാംഗയെ മാറോടണച്ചു നിന്നൽപ്പം മോദിച്ചാൾ മധുഭാഷിണി. അവിടൊക്കെ തലകുത്തി നിന്നർത്ഥം പറയാം. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തിനാ അല്പമാത്രം? മാറോടണച്ചു നിന്ന് അല്പം മോദിച്ചാൾ. മായയിലധികം മോഹിക്കരുത് എന്നർത്ഥം പറയണം. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മായയിൽ പെടരുത്. ഇതാരാ? മഹാമായയാണ്. അമ്മേ മഹാമായേ ജഗദംബികെ രാജരാജേശ്വരി, വലയ്ക്കരുതേ എന്ന് പറയണം. നമ്മളെ വലയ്ക്കരുത് എന്ന്. ആ മഹാമായ ആരുടെ നിയാമകത്വത്തിലാണ്, ആരുടെ നിയന്ത്രണത്തിലാണ്? ആ ചൈതന്യത്തിനെയാണ് ഞാൻ അനുസന്ധാനം ചെയ്യുന്നത്. ആ ചൈതന്യമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ എന്ന വാക്കുകൾക്കൊക്കെ വിലയുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വിജ്ഞാനകുതുകിയായിട്ടുള്ള ഒരു ഭക്തൻ ഭക്തിജ്ഞാന വൈരാഗ്യത്തിൻ്റെ മാധ്യമത്തിൽ കൂടി ഭഗവാന്റെ ഭക്തിയിലിരിക്കുന്ന ഒരാൾ മായേനെ അധികം ലാളിക്കാൻ പാടില്ല. നിങ്ങൾ എത്ര ആളിത് മനസ്സിലാക്കാൻ ഈ സന്ദർഭം ഉപയോഗിച്ചു വെച്ചാൽ ഞാൻ വിജയിച്ചു എന്നർത്ഥം, അല്ലെങ്കിൽ ഭാഗവതം വിജയിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് മോദിച്ചാൾ മധുഭാഷിണി. പിന്നെ അടുത്ത ശ്ലോകം. അടഞ്ഞുവാതിൽ മുമ്പത്തെ മാതിരി തന്നെ. അപ്പോൾ മഹാമായ ഇവിടെ വന്ന് കിടന്നതോടുകൂടി ഇനി അലറി നിലവിളിക്കാനാ പോണത്, കംസനെ അറിയിക്കാണ്. അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ വാതിലുകൾ അടഞ്ഞു, ചങ്ങല കുടുങ്ങിയൊന്നും ചെയ്യാത്ത മട്ടിൽ നിന്നാൻ മഹാമതി. ആരാ മഹാമതി? സാക്ഷാൽ വസുദേവർ. എവിടേക്ക് പോയി, എവിടേക്ക് വന്നു എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ കാരണം അതേപോലെ അനങ്ങാൻ പറ്റിയിട്ടില്ല പറഞ്ഞ മാതിരി. ഇതാണ് ഈ ആസുരീയ സമ്പത്തുകളെ, സജ്ജനങ്ങളെ എത്ര വലിയ 8-ൻ്റെയോ 16-ൻ്റെയോ 32-ൻ്റെയോ 64-ൻ്റെയോ 128-ൻ്റെയോ പൂട്ടിയിട്ടുണ്ടെങ്കിലും
അതൊന്നും സജ്ജനങ്ങൾക്ക് ഏൽക്കില്ല എന്ന ഗുണപാഠം നമ്മൾ പഠിക്കും വേണം. അല്ലാണ്ട് ഇതുവരെ ഇങ്ങനെ തത്തമ്മയെ പൂച്ച പറഞ്ഞ പോലെ അർത്ഥം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ മായയിൽ കുടുങ്ങാതെ കണ്ടിരിക്കാനുള്ള മുൻകരുതലുകൾ നാം ഓരോരുത്തരും എടുക്കണം. എന്നിട്ട് പറയണു, അതേവരെയും നിശബ്ദം ഉറങ്ങിയിടിന മാൻമിഴി മായാദേവി അഴകുള്ള കണ്ണുകളുള്ളവളാണ് അവരെ അതേവരെയും നിശബ്ദം ഉറങ്ങിയിടിന മാൻമിഴി ഉണർന്ന ഉച്ചത്തിൽ കരഞ്ഞാൾ അവൾ എന്തിനോന്ന് ചോദിച്ചാൽ അവർക്ക് അതിനുള്ള ഉത്തരമുണ്ട്. കൂർക്കം വലിച്ച് കടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ കൃഷ്ണനെ മനസ്സിൽ കണ്ട് ഭയപ്പെട്ട് ഭയവിഹുലനായിട്ട് ഉറക്കം വരാത്ത ഒരാൾ ഇപ്പോൾ എന്താണെന്നാ പറയുക, പിന്നെ അഷ്ടമി കഴിഞ്ഞ് നവമി ദിനത്തിലേക്ക് വരികയാണ്. അപ്പോൾ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. അപ്പോൾ സാധാരണക്കാർ പോയി വിളിച്ചാലൊന്നും ഉണരില്ല. അപ്പോൾ നല്ല സൈറൻ മുഴങ്ങണ കൂട്ടത്തിൽ അലമുറയിട്ടു ഭഗവതി. അപ്പോൾ നീക്കാതെ ഇരിക്കാൻ പറ്റില്ല. അതേവരെയും നിശബ്ദം ഉറങ്ങിയിടിന മാൻമഴി ഉണർന്ന ഉച്ചത്തിൽ കരഞ്ഞാൽ അവൾ എന്തിനോ പുറത്തുറങ്ങും കാവൽക്കാരനേറ്റോടിക്കിതച്ചുടൻ. അത് കേട്ട് ഉടനെ ഈ ജയിലിൻ്റെ പുറത്ത് കിടന്നുറങ്ങണ അല്ലെങ്കിൽ പാറാവ് ആരേനെയാണ് മഹാമായ ഉറക്കി കിടത്തിയിട്ടുള്ളത് അവരെയൊക്കെ ഉണർത്തി പുറത്തുറങ്ങും കാവൽക്കാരനേറ്റോടിക്കിതച്ചുടൻ വിളിച്ചുണർത്തിനാരൊട്ടൊന്നുറങ്ങിപ്പോയ കംസനെ ഭയവിഹ്വലനായിട്ട് ഉറങ്ങി. അപ്പോഴേക്കും ഈ ഘോരനാഥം കേട്ടിട്ട് ഉണർന്നു. മഹാവിഷ്ണുവിനെ സ്വപ്നം കണ്ടു പേടിച്ചരണ്ടവൻ ഉടവാളൂരിയും കൊണ്ടു വൈരിയെ ചെന്നു കൊല്ലുവാൻ കോണിപ്പടികൾ ഈ രണ്ടായിറങ്ങി ധൃതി പൂണ്ടവൻ. അതെങ്ങനെ അറിയോ? ഈ കോണിപ്പടി ഈ രണ്ടായിട്ട് ഇറങ്ങുക. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അതിന് വലിയ വില്ലന്മാരായിരുന്നു. കാരണം കോണിപ്പടി എടുത്ത് ചാടും ചിലപ്പോൾ. കാരണം ഇങ്ങനെ വന്നിട്ട് ലേശം ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഇങ്ങോട്ട് കയറുക. അപ്പോൾ ഇവിടെ ഒരു തൂണുണ്ട്. ആ തൂണിലങ്ങോട്ട് ചാടി പിടിച്ച കാലം ഒന്നായിട്ട് ഞങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ട് ചുറ്റും. കാരണം കോണികളൊക്കെ പണ്ട് ശാസ്ത്രവൃത്തി പ്രകാരം ക്ലോക്ക് വൈസിലാണ് കോണ് കയറുക. അപ്പോൾ ഇറങ്ങുക ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ഇതൊക്കെ ഭാഗവതത്തിൽ എഴുതിയതൊക്കെ നമ്മൾ അല്ലേ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ താമസിക്കുമ്പോൾ ചെറിയ ഒരു അനുഭവമൊക്കെ വേണ്ടേ നമ്മൾക്ക്. അപ്പോൾ ഇവിടെ കംസൻ ഈ രണ്ട് പടി ഒന്നായി ഇറങ്ങിയെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ തൻ്റെ ശത്രുവായിരുന്നാലും ഭഗവാനെ കാണേണ്ട ധൃതി. പക്ഷേ മഹാമായ ഉണ്ടോ സമ്മതിക്കണോ? ഭഗവാനെ എങ്ങനെ കാണിച്ചു കൊടുക്കുമോ? ഇല്ല. അതാണ് എത്ര കാലം കഴിഞ്ഞിട്ടാണ് കൃഷ്ണനെ ഇദ്ദേഹം കാണുന്നത്. തൻ്റെ ജയിലിൻ്റെ ഉള്ളിൽ പ്രസവിച്ച കുട്ടീനെ കൂടി കാണാൻ തനിക്ക് യോഗം കിട്ടിയിട്ടില്ല. മഹാവിഷ്ണുവായിട്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനായിട്ട് അവതാരം ചെയ്തിട്ടുള്ള അവതാരമൂർത്തിനെ കാണാൻ കൺകുളിർക്ക് കാണാനുള്ള ഭാഗ്യം കംസന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ ആസുരീയ സമ്പത്തുകളായി തീരരുതേ ഭഗവാനെ എന്ന് നമ്മൾ വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അഖണ്ഡമണ്ഡലാകാരത്തിൻ്റെ നിയാമകനായിട്ടുള്ള ഒടയോൻ, അദ്ദേഹത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മായയിൽ കുടുങ്ങരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വിളിച്ചുണർത്തിനാരൊട്ടൊന്നുറങ്ങിപ്പോയ കംസനെ മഹാവിഷ്ണുവിനെ സ്വപ്നം കണ്ടു പേടിച്ചരണ്ടവൻ. പേടിച്ച് വറങ്ങലിച്ച് ഉടവാളൂരിയും കൊണ്ടു വൈരിയെ ചെന്നു കൊല്ലുവാൻ കോണിപ്പടികൾ ഈ രണ്ടായിറങ്ങി ധൃതി പൂണ്ടവൻ. തുറന്നു വാതിൽ വേഗത്തിൽ വസുദേവനോട് ഈ വിധം കൽപ്പിച്ചാൻ, വിഷ്ണുവെ കൊണ്ടുവരാൻ അതിഭയങ്കരൻ. വസുദേവരെ കൊണ്ടുവരൂ, ഇപ്പം പ്രസവിച്ചിട്ടുള്ള കുട്ടീനെ കൂടെ കൊണ്ടുവരൂ. അങ്ങനെ അപ്പോൾ തുറന്നു വാതിൽ വേഗത്തിൽ വസുദേവനോട് ഈ വിധം കൽപ്പിച്ചാൻ ഓർഡർ ചെയ്തു എന്നാ. വിഷ്ണുവെ കൊണ്ടുവരാൻ അതിഭയങ്കരൻ ചിരിച്ചുകൊണ്ടതാനോദീ മെല്ലെ ആനകതുന്തുബി. അപ്പോൾ ഇവിടെ ക്രോധാക്രാന്തനായിരിക്കുന്ന പള്ളിവാള് ഊരി കയ്യിൽ വെച്ചിട്ടുള്ള കംസനോട് ചിരിച്ചും കൊണ്ട് വസുദേവർ സംസാരിച്ചത്. ചിരിച്ചുകൊണ്ടു താനോദീ മെല്ലെ ആനകതുന്തുബി. എന്താ?
വിഷ്ണുവോ ഭോജരാന്ദ്രേ രാജേന്ദ്ര വംശരത്ന പ്രദീപമേ. വിഷ്ണുവെ കൊണ്ടുവരേ? ഞാനോ? എന്താ, ഞാൻ വല്ല കൊറിയർ സർവീസുകാരനാ? ഉടനെ ചോദ്യം അതുണ്ടായത്. വിഷ്ണുവോ ഭോജരാജേന്ദ്ര വംശരത്ന പ്രദീന. നമ്മളൊക്കെ വലിയ വംശത്തിലുള്ളവരല്ലേ, വിഷ്ണു എങ്ങനെ ഇങ്ങോട്ട് വരിക അങ്ങേ പേടിച്ചിട്ട്? അങ്ങനെ ഉണ്ടല്ലോ, ഉറക്കം ഉണ്ടാം ഉൾക്കാമ്പിൽ ഇവിടേക്കു പരിഭ്രമം. വിഷ്ണു ഇങ്ങനെ ഇവിടെ, അത് ഇവിടേക്ക് പോണ്ടേ? പിന്നെ എന്താ പറയുക, വൈകുണ്ഠത്തിലല്ലേ അദ്ദേഹം, ഇവിടെ എങ്ങനെ വരിക? എന്താ അളിയ അങ്ങനെയാണ് വരിക? അളിയ എന്താ മധുപാനം ചെയ്ത മത്തനായിട്ട് ഉറങ്ങി? എന്തൊക്കെയാ പെങ്ങൾ കേൾക്കണ്ട വെറുതെ ഇതൊക്കെ പേക്കൂത്ത്. അപ്പോൾ ഉറക്കമുണ്ടാം ഉൾക്കാമ്പിൽ അവിടേക്ക് പരിഭ്രമം ഉളവാകേണ്ടതില്ല ഏതും ഇനിയൊന്നും മഹാമതേ. കംസ അങ്ങക്ക് അളിയ അങ്ങനെ വിളിക്കുക, അളിയ ഇനി യാതൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അങ്ങ് അശരീരി കേട്ടത് തെറ്റാ. ഇപ്പം ഇവിടെ ഒരു പെൺപൈതലാണെന്ന്, ഇനി അതിനും കൊല്ലണമെങ്കിൽ കൊന്നോളൂ, എനിക്ക് യാതൊരു നിർബന്ധമില്ല. അല്ല, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അങ്ങയുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞ മാതിരിതാ അപ്പോൾ ഉണ്ടായ കുട്ടികളെന്നൊക്കെ ഞാൻ കൊടുക്കുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഉളവാകേണ്ടതില്ലേതും ഇനിയെന്നും മഹാമതേ. ആ വെറും വാണി എന്തല്ല അഭാവത്തുണ്ടാക്കി നമ്മളിൽ. ഇതാണ് സംസാരിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞത്. ബോഷ്കന്മാരോട് ബോഷ്കുരയ്ക്കുന്നതിൽ തെറ്റില്ല. എന്തിന്? തൻ്റെ പ്രിയതമയുടെ ജീവനെ രക്ഷിക്കാൻ. എന്നാ സത്യമാണേനും പറഞ്ഞത് അല്ലേ? അപ്പോൾ പറഞ്ഞു ഉൾക്കാമ്പിലെവിടേക്കു പരിഭ്രമം ഉളവാകേണ്ടതില്ല ഏതും ഇനിയെന്നും മഹാമതേ. ആ വെറും വാണി എന്തെല്ലാം ആപത്തുണ്ടാക്കി നമ്മളിൽ. അപ്പം ഞാനവിടെ ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്നെയൊക്കെ ഉണ്ട് അതിൽ, മനസ്സിലായില്ലേ? മറിയാതെ മറിമായം അത് ഇത് ആർ കണ്ടു നമ്മളിൽ മറിമായം ഇതാർ കണ്ടു. ഈ മറിമായം എന്ന് പറയുന്ന അർത്ഥം മഹാമായയുടെ വൈഭവങ്ങൾ നമ്മളെന്താ കണ്ടിട്ടുള്ളത്? ദേവന്മാർ കളവോതുമോ? എനിക്കൊരു സംശയം, ഈ ദേവന്മാർ കള്ളം പറയുമോ? സത്യത്തിൽ അതാണ് ഉണ്ടായത്. വാക്ക് ദേവന്മാരുടെയാണ്, പക്ഷെ സംഭവിച്ചത് എല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അവരെന്തോ തന്നെ കളിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. ചന്താമരയിതൽ കണ്ണിൻ കാന്തിയൊന്നിതു നോക്കണം. അല്ല സോറി, അവിടെ ഒരു സ്റ്റാൻസ് വിട്ടു ഞാൻ. മറിമായമിതാർ കണ്ടു ദേവന്മാർ കളിവോതുമോ. പെൺകുഞ്ഞാണിവൾ നോക്കിയിടാം മഹാലക്ഷ്മി പകർപ്പുതാൻ. അവിടെയാണ്, ഇവിടെ പ്രസവിച്ചു 8ാമത്, പക്ഷെ അത് പെൺകുട്ടി. പെൺകുഞ്ഞാണിവൾ നോക്കിയിടാം മഹാലക്ഷ്മി പകർപ്പുതാൻ. ഈ മഹാമായേനെ നമ്മൾ ആലിംഗനം ചെയ്യുന്നത് മഹാലക്ഷ്മിയാണെന്ന് വിചാരിച്ചിട്ടാളേ. ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് അധർമ്മങ്ങൾ എന്താന്ന് വേർതിരിച്ചറിഞ്ഞ് ധർമ്മതൽപരന്മാരാവാതെ ഈശ്വരപ്രീതിക്ക് വേണ്ടി ബുദ്ധിമുട്ടാതെ കണ്ട് തുച്ഛമായ ലൗകിക കാര്യങ്ങളിൽ സമയം കളയുന്ന മനുഷ്യ, നീ ലജ്ജിക്കണം. എത്രയോ ജന്മത്തെ പുണ്യഫലമായിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പോൾ പെൺകുഞ്ഞാണിവൾ നോക്കിയിടാം മഹാലക്ഷ്മി പകർപ്പുതാൻ. ചന്താമരീതൽ കണ്ണിൻ കാന്തിയൊന്നിതു നോക്കണം. നോക്കൂ അളിയ, ഒന്ന് വിസ്തരിച്ചു നോക്കൂ. ഈ കുട്ടിയുടെ കണ്ണ് കണ്ടാൽ മഹാലക്ഷ്മീനെ പോലില്ലേ? ചന്താമരയിതൽ കണ്ണിൽ നല്ല ചോന്ന താമരതളമായിട്ടുള്ള കണ്ണുകൾ. ദൈവത്തിൻ കനിവാൽ നന്നായി വളർന്നാൽ മനോഹരി. ഇനിയിപ്പോൾ ഈശ്വരകാരുണ്യം കൊണ്ട് ഇവളൊന്ന് വളർന്നു വന്ന് നല്ലൊരു പ്രായമായാൽ അങ്ങക്ക് മരുമകളാണല്ലോ അല്ലേ, പെങ്ങളുടെ കുട്ടി, നല്ലൊരാളെ കല്യാണം കഴിച്ചു കൊടുക്കാം. വളർന്നാൽ മനോഹരി ഞങ്ങൾക്കൊരാശ നിൻ പുത്രവധുവായിട്ടു കാണുവാൻ. മുറപ്പെണ്ണല്ലേ അളിയ, അങ്ങടെ ഒരു മകനെ ഇവളെ നമുക്ക് വിവാഹം കഴിച്ച് നമ്മളുടെ ഈ അനാസ്ഥയുള്ള പരിതസ്ഥിതികളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ബന്ധുക്കളാവാം. ആലോചിച്ച് നോക്കണം. മനുഷ്യൻ എന്താ പറയുക, പടവാൾ ഊരി കയ്യിൽ വെച്ചിട്ടുള്ള ആളോടാണ് നല്ല ഉപ്പുമുളകും
പിന്നെ തമാശ പറഞ്ഞതേ, ചെന്താമരയിതൽ കണ്ണിൽ കാന്തിയൊന്നിതു നോക്കണം, ദൈവത്തിൻ കനിവാൽ നന്നായി വളർന്നാൽ ഇമ്മനോഹരി, ഞങ്ങൾക്കൊരാശ നിൻ പുത്രവധുവായിട്ടു കാണുവാൻ, പുണ്യവാനോർക്കിൽ അവിടുന്നിവളെ കൊന്നിടായിനി. അതുകൊണ്ട് അങ്ങയുടെ മരുമകളായിട്ട് വരാൻ കഴിവുള്ള ഇവളെ ഞങ്ങൾ വേണ്ട പോലെ നോക്കിക്കോളാം, ഇവളെ കൊല്ലരുത് അളിയ. പ്രശ്നയാ, പെണ്ണിനെ കൊല്ലുക മഹാപാപമെന്നോതിയല്ലയോ. വേദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഭാര്യയാണെങ്കിലും കള്ളത്തിയാണെങ്കിലും ദുഷ്ടയാണെങ്കിലും പെണ്ണുങ്ങളെ കൊല്ലാൻ പാടില്ല. എന്നാൽ പിന്നെ എന്തിനാ ശ്രീരാമൻ പിന്നെ വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിക്കാൻ പോകുന്ന സമയത്ത് താടകനെ കൊന്നതെന്ന് വിചാരിച്ചാൽ ഈ അധർമ്മം രൂപമായിട്ടുള്ളവളെ വകയ്ക്കാൻ പാടില്ല. അദ്ദേഹം ശ്രീരാമൻ സാധാരണക്കാരനല്ല, രാജകുമാരനാണ്. രാജകുമാരന് രാജ്യത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി അധികാരം എക്സിക്യൂട്ട് ചെയ്യാനുള്ള പിന്നെ കഴിവുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ പെണ്ണിനെ കൊല്ലുക മഹാപാപമെന്നോതിയല്ലയോ, അന്നു താൻ ഇവളെ കൊല്ലാഞ്ഞതോർക്കേണം ദയാനിധേ. ഇതിൻ്റെ മുമ്പ് അങ്ങയുടെ സഹോദരീനെ കൊല്ലണം എന്നുണ്ടായിരുന്നു അങ്ങയ്ക്ക്. പക്ഷേ ഞാൻ കുറച്ച് അങ്ങയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ചിലതൊക്കെ ഉപദേശിച്ചു, അങ്ങതൊക്കെ കേട്ടു. എനിക്ക് അങ്ങയോട് വളരെയധികം താല്പര്യമുണ്ട്. അതുകൊണ്ട് ഈ കുട്ടീനെ, അങ്ങയുടെ പുത്രവധുവായി തീരാൻ യോഗമുള്ള ഈ കുട്ടീനെ കൊല്ലരുത് എന്നായി. അഞ്ചാറുണ്ണികളെ കൊന്നതേതും കാൺമീല തെറ്റതിൽ. ഇതിൻ്റെ മുമ്പപ്പോൾ 5-6 അങ്ങ് കൊന്നൂല്ലോ, അതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്താ, വസുക്കൾക്കൊരു യോഗം ഉണ്ടായിരുന്നു. എന്താ, ഭൂമിയിൽ ജനിക്കണമെന്ന്. അത് ജനിച്ചു പോയി എന്ന് മാത്രം. അങ്ങനെയൊക്കെ പല കഥകളുണ്ട്. അങ്ങനെയൊക്കെ കഥകൾ പലതുണ്ടേ. അപ്പോൾ 5-6 കൊന്നാൻ ഏതും കാൺമീല തെറ്റതിൽ, ആകാശ ചൊല്ലു കേട്ടാണത് ഞങ്ങൾ തൻ പാപശക്തിയാൽ. അങ്ങയുടെ കുഴപ്പമില്ല, ഞങ്ങളുടെ പാപശക്തി കൊണ്ടാണ് അങ്ങക്ക് ഞങ്ങളുടെ കുട്ടികളെ കൊല്ലാൻ തോന്നിയതെന്നാ. ഇതിൽ നിന്ന് എന്താ ഗുണപാഠം? വേറൊരാൾ ചെയ്തു വന്നിട്ടുള്ള തെറ്റുകളെ അയാളുടെ തലയിൽ വയ്ക്കാതെ കണ്ട് കുറച്ച് അതൊക്കെ നമ്മുടെ ആണെന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ച് വിട്ടാൽ ഈശ്വരൻ പൊറുക്കും. കാരണം എന്താ, ആ ദുഷ്ടൻ്റെ ഉള്ളിലും ആത്മീയ ചൈതന്യമായിട്ട് ബാലാഗ്രശതവാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണ പോലെയുള്ള ആത്മചൈതന്യം തന്നെയാണ് ഇനി, അല്ലേ? അതുകൊണ്ട് ചെയ്തിടായ ഈ മഹാപാപമെന്നോതും വസുദേവനെ മാറ്റി നിർത്തിയുടൻ പെങ്ങൾ മാറിൽ ചേർത്ത കിടാവിനെ. പെങ്ങള് ആ അരുമ കുഞ്ഞിനെ തൻ്റെ മാറോടണച്ചിട്ട് വെച്ചെന്നാണ്. അതിനിടെ പിടിച്ചു വലിച്ചു. അപ്പോൾ മാറ്റി നിർത്തിയുടൻ പെങ്ങൾ. അപ്പോൾ ചെയ്തിടാക ഈ മഹാഭാവമെന്നോതും വസുദേവനെ മാറ്റി നിർത്തിയുടൻ പെങ്ങൾ മാറിൽ ചേർത്ത കിടാവിനെ തടുപ്പതു തടഞ്ഞും കൊണ്ടൊരു കയ്യാൽ വലിച്ചവൻ ആവുന്നത്ര ശക്തിയോടുകൂടി തൻ്റെ സഹോദരൻ്റെ വൃത്തികെട്ട ഏർപ്പാടിനെ ദേവകി ദേവി തടഞ്ഞു. കൂട്ടത്തിൽ വസുദേവനും തടഞ്ഞു. പക്ഷെ പറ്റിയില്ല. തടുപ്പതു തടഞ്ഞും കൊണ്ടൊരു കയ്യാൽ വലിച്ചവൻ എടുത്തുകൊണ്ടു മുറ്റത്തേക്കിറങ്ങി ഒരു പാറയിൽ അടിപ്പാനോങ്ങിടുന്നേരം കയ്യിൽ നിന്നു കുതിച്ചവൾ ഉയർന്ന അത്ഭുത രൂപം പൂണ്ട ആകാശത്തിൽ വിളങ്ങിനാൾ. കഴിഞ്ഞു പരിപാടി. മഹാമായയുടെ കാല് പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു വട്ടക്കല്ല് വെച്ചിട്ടുണ്ട്. ആ വട്ടക്കല്ലിൽ ആഞ്ഞടിക്കാൻ വേണ്ടി ചുഴറ്റി പോയി, കയ്യുന്നത് പോയി. ഇതാണ് അടിപ്പാനോങ്ങിടുന്നേരം കയ്യിൽ നിന്നു കൊതിച്ചവൾ ഉയർന്ന അത്ഭുത രൂപം പൂണ്ട ആകാശത്തിൽ വിളങ്ങിനാൾ. പൊന്നിൻ കിരീടവും, പെട്ടെന്ന് രൂപങ്ങൾ മാറി. പൊന്നിൻ കിരീടവും മിന്നിത്തിളങ്ങും കുണ്ടലങ്ങളും മാല്യങ്ങളും കസവണിപ്പട്ടുചേലയും മാർന്നവൾ. 8 കൈയിൽ ഓരോരോ ആയുധം പൂണ്ടു നിൽപ്പവൾ കംസനോടരുളി, നിന്റെ ശത്രു ഞാനല്ല. എടാ മുഷ്ക, ഞാനല്ലടോ തൻ്റെ ശത്രു. തൻ്റെ ശത്രു ജനിച്ചിട്ടുണ്ട്, നീ അവിടെ നിന്ന് നോക്കിക്കോതാ. പിന്നെ
8 കൈകളിൽ ഓരോരോ ആയുധം പൂണ്ടു നിൽപ്പവൾ കംസനോടരുളി, നിന്റെ ശത്രു ഞാനല്ല, മഞ്ഞിതിൽ പിറന്നിട്ടുണ്ട്, നീ എങ്ങും തേടിക്കൊള്ളുക ചെന്നിനി. നടക്ക എവിടേക്കൊക്കെ വേണോ ഒക്കെ പോയി നോക്കിക്കോളും. കിട്ടാൻ പോണില്ല. ആള് ഭയങ്കര വില്ലാളി വീരൻ ആണ്. ആര്? തൻ്റെ ശത്രു. പിറന്നിട്ടുണ്ട്, നീ എങ്ങും തേടിക്കൊള്ളുക. ഭഗവാനെ നിങ്ങൾ എവിടെ വേണമെങ്കിലും തേടിക്കോളും, കിട്ടില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ നോമ്പ് നോറ്റ് പിന്നെ വണ്ടി വാടകയും കൊടുത്ത് എത്രയോ വിദൂരത്തിലുള്ള ക്ഷേത്രത്തിൽ പോയി അവിടെ ചിലപ്പോൾ 3 സ്റ്റാർ ഹോട്ടലാവാം, ചിലപ്പോൾ 4 സ്റ്റാർ ഹോട്ടലാവാം, അല്ലെങ്കിൽ A ഗ്രേഡ് റൂമാവാം. നമ്മളൊക്കെ കാശുകാർ, സമ്പന്നർ, ക്ഷേത്രങ്ങൾ കൊണ്ട് നടക്കണ കമ്മിറ്റിക്കാർ, ആചാര്യന്മാർ, പൗരാണികർ, സപ്താഹ കമ്മിറ്റി, സംഘാടകക്കാരൊക്കെ ഗുരുവായൂരൊക്കെ പോയിട്ട് സാധാരണ റൂമിൽ താമസിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് ആകെയാണ് പറയണത്. അപ്പോൾ അതാണ് അവസ്ഥ. തൻ്റെ ഹൃദയകമലത്തിൽ സത്താമാത്രനായിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെ തിരസ്കരിച്ചുകൊണ്ട് 2, 3, 4, 5 മണിക്കൂർ ക്യൂവിൽ നിന്ന് ആൾക്കാരുടെ തെറിയഭിഷേകമൊക്കെ കേട്ട് എത്രയോ ആൾക്കാർ ചവിട്ടണു. ചിലവർക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നണു, ചിലവർക്ക് ചായ കുടിച്ചിട്ട് വരാം, അങ്ങനെ ചിലവരുണ്ട്. അപ്പോൾ പിറന്നിട്ടുണ്ട്, നീ എങ്ങും തേടിക്കൊള്ളുക ചെന്നിനി, മറഞ്ഞാൾ ഈ വിധം ചൊല്ലി മധുവൈരി സഹോദരി, കൃഷ്ണ സഹോദരി, പത്മനാഭ സഹോദരി അന്തർധാനം ചെയ്തു. താൻ ഈ വണ്ണം ചെയ്ത തെറ്റോർത്തു കംസൻ താണീടാതമ്മട്ടഴും മാപ്പുരപ്പാൻ കേണീടും തൻ പെങ്ങളെ ചെന്നു കാൺമാൻ നാണിച്ചും കൊണ്ടൊന്നു നിന്നാൻ ഒരേടം. അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് കഥയിൽ. എന്താ? കയ്യിലുള്ളത് പോയി. ആരെ? മഹാമായ കയ്യിൽ നിന്ന് ഉരസി മേപ്പെട്ട് പോയി. തനിക്കൊരു ആദേശം തന്നൊരു വാണിംഗ്, നിൻ്റെ ശത്രു ജനിച്ചിട്ടുണ്ട്, എവിടെ വേണമെങ്കിലും പോയിക്കോളൂ, നോക്കിക്കോളൂ, സാധിക്കണത് ചെയ്തോളൂ. താൻ ഈ വണ്ണം ചെയ്ത തെറ്റോർത്ത് കംസന് ഒരു പശ്ചാത്താപം. തൻ്റെ പെങ്ങളുടെ മാറിടത്തിൽ പിടിച്ച് ഇരുന്നിരുന്ന ആ പിഞ്ചോമല കുട്ടീനെ 2 പേര് തടുത്തിട്ടും പിടിച്ചു വലിച്ച് വട്ടക്കല്ലിൽ അടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ച എൻ്റെ മൂഢത്വത്തിന് മാപ്പ് കിട്ടില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ശരിയാണത് അല്ലേ? അപ്പോൾ താൻ ഈ വണ്ണം ചെയ്ത തെറ്റോർത്ത് കംസൻ താണീടാതെ മട്ടിടും. എന്നാലും ശരി, തെറ്റ് സമ്മതിക്കുക. ഈഗോ കോംപ്ലക്സ്. താണീടാതെ മട്ടിടും മാപ്പുരപ്പാൻ. ഒരു എക്സ്ക്യൂസ് മീ, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയണ്ടേ? ഇല്ല. മാപ്പുരപ്പാൻ കേണീടും തൻ പെങ്ങളെ ചെന്നു കാൺമാൻ നാണിച്ചും കൊണ്ടൊട്ടു നിന്നാനൊരേടം. മെല്ലെങ്ങനെ നിന്ന് പരിങ്ങി. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ അഷ്ടമസർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 9ാം സർഗം. 9ാം സർഗം കംസന്റെ തത്വകഥനം, വസുദേവരുടെ സമാധാനം. അത്യാവശ്യമൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരെ മാതിരിയൊന്നുമല്ല. അദ്ദേഹം ആള് നല്ലവനാണ്, പഠിച്ചിട്ടൊക്കെ ഉണ്ട്. തത്വകഥനാണ്. കംസന്റെ തത്വകഥനം, വസുദേവരുടെ സമാധാനം. പുലരും മുമ്പു താൻ ചെന്നു ദേവകി വസുദേവരെ കണ്ടുകാൽ ചങ്ങല അഴിച്ചോതി കംസൻ വിനീതനായി. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, അരുതാത്തതൊക്കെ നടന്നു. എനിക്കതിൽ ദുഃഖമുണ്ട്. ഇനി ഞാൻ നിങ്ങളെ 2 പേരെയും ചങ്ങലക്കിട്ടിട്ടൊരു കാര്യമില്ല. കാരണം 8ാമത്തെ കുട്ടി അതോടുകൂടി അവസാനിച്ചുല്ലോ, ദേവകി ദേവിയുടെ പ്രസവം എന്നാണ് ഇയാളും വിചാരിച്ചത്. അങ്ങനെ ആയിക്കോട്ടെ, വസുദേവർക്ക് വേറെ ഉണ്ട് ആൾക്കാർ, അത് വേറെ കാര്യം. പുലരും മുമ്പു താൻ ചെന്ന് ദേവകി വസുദേവരെ കണ്ടുകാൽ ചങ്ങല അഴിച്ചോതി കംസൻ വിനീതനായി. കഷ്ടം നിങ്ങൾക്കു ഞാൻ ചെയ്തു പോയേൻ എൻ പ്രിയമിത്രമേ. വസുദേവരെ ക്ഷമിക്കണം, എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച താൻ മഹാനാണ്, പക്ഷെ തനിക്ക് ഞാൻ വേണ്ടത്ര ഗൗരവം തന്നില്ല. കഷ്ടം നിങ്ങൾക്കു ഞാൻ ചെയ്തു പോയേൻ എൻ പ്രിയമിത്രമേ. ഒരു മട്ടും നികത്തിയിടാൻ വയ്യാത്ത വിധമത്രയും ഞാൻ ചെയ്തത് ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. 8 കുട്ടികളിലൊക്കെ അല്ലേ, ഒന്ന് അലസിപ്പോയി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ 6, 1, 7
അതൊന്ന് ആകാശത്തേക്കും തെറിച്ചു പോയി. ആരെണ്ണത്തിനെ കൊന്ന ഒരു സർട്ടിഫിക്കറ്റ് കംസനുണ്ടേന്. അപ്പോൾ ഒരു മട്ടും നികത്തിയിടാൻ വയ്യാത്ത വിധമത്രയും കൊന്നേൻ പാവങ്ങളാം ഒന്നും അറിയാത്ത കിടാങ്ങളെ. കൊന്നേൻ പാവങ്ങളാം ഒന്നും അറിയാത്ത കിടാങ്ങളെ, ലാളിച്ചിടേണ്ടും മരുമക്കളെ. ഏതൊരു കാലവും തീർത്താൽ തീരാത്തൊരു നഷ്ടം ഫലമില്ലോർക്കില്ലെങ്കിലും. ഇനി അതിനെ പറ്റിയിട്ട് മുതലക്കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ലോകസഭാവല്ലേ, ഞാൻ കുറച്ച് കരയട്ടെ, കുറച്ച് മുതലക്കണ്ണീരുണ്ട്, അതോട് തരാം. അപ്പോൾ തീർത്താൽ തീരാത്തൊരു നഷ്ടം ഫലമില്ലോർക്കില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ദുഃഖം മുൾപ്പൂവിൽ മറന്നിടുവതെങ്ങനെ. ഓരോരുത്തർക്ക് ഓരോന്ന് അങ്ങോട്ട് മനസ്സിൽ തോന്നിയാൽ പറയാണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ വസുദേവര് സന്തോഷിച്ചിട്ടായിരിക്കണത്. ദേവകി ദേവിയും എടാ അടിയാ എൻ്റെ ശത്രുവിനെ ഞാൻ വേണ്ട മാതിരി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നീ വെറ്റില ജ്യോതിഷം നോക്കിയാലൊന്നും ആ കുട്ടീനെ കാണാൻ പറ്റില്ല. മായാധിപനാണ് അദ്ദേഹം, മായിക്കും അധിപനാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് വിണ്ണോർത്തൻ വിദ്യയാവാം എന്നങ്ങോതിയതു വാസ്തവം. നിങ്ങൾക്ക് ഈ ദുഃഖം മുൾപ്പൂവിൽ മറന്നിടുവതെങ്ങനെ. വിണ്ണോർത്തൻ വിദ്യയാവാം എന്നങ്ങോതിയതു വാസ്തവം. അങ്ങ് പറയണ്ടായില്ലോ ആളിയ, അശരീരി ദേവന്മാർ നമ്മളെ പറ്റിച്ചതാണെന്ന് പറഞ്ഞുവല്ലോ, അതാണ് ശരിയെന്നാ. അതാണ് മായാവിലാസം ആണ് വസുദേവർ പറഞ്ഞത്. ആ മായാവിലാസം ശരിയാണെന്ന് കംസൻ സമ്മതിക്കുകയാണ്. അതിനുള്ള ബുദ്ധിയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ ഭാര്യനെ എങ്ങനെയെങ്കിലും കംസൻ്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കല്ല് വെച്ചെന്നുണ പറഞ്ഞു. അപ്പോൾ ദുഷ്ടന്മാരാവുമ്പോൾ മായാമോഹിതന്മാരായിട്ട് സാധാരണക്കാരൻ്റെ ജൽപ്പനങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ടാണ് വിണ്ണോർത്തൻ വിദ്യയാവാമെന്നങ്ങോതിയതു വാസ്തവം. കേട്ടില്ല ഞാൻ മഹാമൂഢൻ കേടേറും കാലമാകയാൽ. ഞാൻ അങ്ങയുടെ ഉപദേശങ്ങൾ വേണ്ട പോലെ കേട്ടില്ല. കാരണം എന്താ? എൻ്റെ കാലദോഷാണെന്നാ. കൽപ്പിച്ചു കൂട്ടി ഞാൻ ചെയ്ത കുറ്റമല്ലിതു ദേവകി. പൊന്നോമള പെങ്ങളെ, പൊന്ന ഓമന പെങ്ങളെ, ഏട്ടൻ വിചാരിച്ചിട്ട് ചെയ്തതല്ല കേട്ടോ. ഒരു അശരീരി കേട്ടു, ചെറിയൊരു ഭയം. ഭയമല്ല, പേടി. എന്നാൽ പേടിയല്ല, ഭയം. അത് കാരണം ഞാൻ അരുതാത്തത് ചെയ്തു. എൻ്റെ പെങ്ങളെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ മഹാപാപങ്ങൾ ചെയ്തിടാൻ മടിക്കാത്ത അപ്പോൾ വിണ്ണോർത്തൻ തൻ വിദ്യയാവാമെന്നങ്ങോതിയതു വാസ്തവം. കേട്ടില്ല ഞാൻ മഹാമൂഢൻ കേടേറും കാലമാകയാൽ. മഹാപാപങ്ങൾ ചെയ്തിടാൻ മടിക്കാത്ത നരാധമൻ മരിപ്പാൻ കാത്തുരന്നീടും ശപിച്ചും കൊണ്ടു സർവരും. അത് തത്വ. ഏത്? മഹാപാപങ്ങൾ ചെയ്തിടാൻ മടിക്കാത്ത നരാധമൻ, നരബാധിച്ച് മരിക്കേണ്ടവരിൽ അധമൻ എന്നർത്ഥം. പാപങ്ങൾ ചെയ്തിട്ട് നരകിച്ച് മരിക്കുന്ന ആൾക്കാരുണ്ട്. മരിപ്പാൻ കാത്തുരന്നീടും ശപിച്ചും കൊണ്ട് സർവരും. അത് ശരിയല്ലേ? ഒരാൾ സദാസമയത്ത് സാധിക്കേണ്ട വേണ്ട സമയത്ത് മരിച്ചിട്ടില്ലെങ്കിൽ മക്കൾ കൂടി ശപിക്കും ചിലപ്പോൾ. ലീവ് കഴിഞ്ഞു, പ്രൊമോഷൻ വക്കത്താണ്, ശമ്പളം വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് സമയമാണ്, ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരിക എന്ന് പറഞ്ഞാൽ, ഡോക്ടറെ വല്ല കൈക്കറിയുണ്ടോ? അബദ്ധത്തിൽ വല്ല മരുന്ന് വല്ലതും കൊടുത്തു. അങ്ങനെയൊക്കെ ആൾക്കാർ ഈ അമ്പലങ്ങളിലൊക്കെ അതുവരെ അമ്പലത്തിൽ പോകാത്ത ആൾ ശിവൻ്റെ അമ്പലം നോക്കും. ആസ്പത്രിയുടെ അടുത്ത് പോലെ ശിവൻ്റെ അമ്പലമുണ്ട്. എന്തിനാ? ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്തിട്ട് അച്ഛനും അമ്മയ്ക്ക് സിദ്ധി നേരത്തെ കിട്ടി വിചാരിച്ച സന്തോഷമായി. അപ്പോൾ കാര്യക്കാർക്ക് അറിയാമോ? തർക്കമില്ല. എല്ലാ ഒരുക്കങ്ങളുണ്ട്. നിങ്ങളിവിടെ വന്നാൽ മതി, ഒക്കെ ശരിയാക്കാം. എന്ത് ശരിയാക്കാം? കയ്യിലുള്ള പോക്കറ്റിലുള്ള കാശ് ചിലവാക്കി തരാമെന്ന് അതാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, കൽപ്പിച്ചുകൂട്ടി ഞാൻ ചെയ്ത കുറ്റമല്ലുത ദേവകി. വിണ്ണോർ വാക്കിങ്കൽ വിശ്വാസം തോന്നിപ്പോക നിമിത്തമാം. ദേവന്മാർ പറഞ്ഞത് സത്യമാവോ എന്ന് ഞാനൊന്ന് ശങ്കിച്ചു. അവരും ചെയ്തു പോയിട്ടുണ്ടാവാം പാപങ്ങളത്തരം. അവരെ ഒരു ബുദ്ധിമോശം കൊണ്ട് അവർ ചെയ്ത പാപാവും എന്നെപ്പോലെയുള്ള
നേർവഴിക്ക് നടക്കുന്ന ആളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കത്തക്ക വിധത്തിൽ അവർ പെരുമാറിയത് എന്നായി. അപ്പോൾ ദേവന്മാർക്ക് കിടക്കട്ടെ ഒരു സ്പീഡ് 7-ാം കൂലി തുരുപ്പ് ചീട്ടുകൊണ്ടൊരു വെട്ട്. അപ്പോൾ പറഞ്ഞു, വിണ്ണോർ വാക്കിങ്കൽ വിശ്വാസം തോന്നിപ്പോക നിമിത്തമാം അവരും ചെയ്തു പോയിട്ടുണ്ടാവാം പാപങ്ങളത്തരം ഈ മട്ടനുഭവിച്ചിടാൻ ഏതോ ജന്മാന്തരങ്ങളിൽ ഏതേത് ജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലമായിട്ടാണ് എനിക്കും നിങ്ങൾക്കും ഈ ദുര്യോഗം വന്നത് എന്നെനിക്ക് അറിയില്ല എന്നൊരു തത്വശാസ്ത്രങ്ങൾ കതിപ്പിച്ചു കൊടുത്തു. ഓരോരാൾക്കിങ്ങിത്ര കാലം ഓരോരിടങ്ങളിൽ ജീവിച്ചിടണമെന്നുണ്ടാമെന്നും പ്രകൃതി നിശ്ചയം. പ്രകൃതി അല്ല നിശ്ചയിക്കണത്, ഈശ്വരനാണ് നിശ്ചയിക്കുന്നത്. മൂഢന്മാർ പ്രകൃതിയാണ് എല്ലാറ്റിനും കാരണത്ത് തെറ്റിദ്ധരിക്കും. അതും ഒരു ഗുണപാഠമാണ്. ശരിക്ക് വേണ്ട മാതിരി മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാക്കാം. ഓരോരാൾക്ക് ഇത്ര കാലം ഓരോരിടങ്ങളിൽ ജീവിച്ചിടണം എന്നുണ്ടാം എന്നും പ്രകൃതി നിശ്ചയം. ഇവർ നിൻ മക്കളെന്നോർപ്പത് അജ്ഞാനം കൊണ്ടു മാത്രമാം. വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലോസഫിയാണ് പറഞ്ഞത്. എന്താണ് സ്വന്തം എന്ന പദത്തിനർത്ഥം? കുന്തം എന്നതെന്തറിയാ, അത് കുടത്ത് കാണാനില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ആര് മരിച്ചു, ആര് ജനിച്ചു? ജനിച്ചവരൊക്കെ മരിക്കും. മരിച്ചവർ ഈശ്വരോപാസന ചെയ്യാണ്ടാണ് മരിച്ചത് വെച്ചാൽ പിന്നെയും ജനിക്കുകയും ചെയ്യും. അപ്പോൾ ജനന മരണമാകുന്ന കാലപ്രവാഹത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട സംസാരസാഗരത്തിൽ മുങ്ങിത്താഴുന്ന ആൾക്കാർക്ക് നാരായണ നാരായണ എന്ന 4 അക്ഷര മന്ത്രം ജപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എത്ര ജന്മം വേണ്ടി വരുന്നുള്ളത് പറയാൻ വയ്യ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. ആ കരുണാനിധിനെ വിളിക്കണം. വിളിച്ചിട്ടില്ലെങ്കിൽ ആരും രക്ഷയ്ക്കില്ല. അതുകൊണ്ട് ഇവർ നിൻ മക്കളെന്നോർപ്പത് അജ്ഞാനം കൊണ്ടു മാത്രമാം ഈ ഞാൻ കൊന്നിട്ടുമില്ലെന്നുള്ളതാണ് ഋഗവാസ്തകം. നയ്യ പ്രസവിച്ചിട്ടില്ല, ഞാനട്ട് കൊന്നിട്ടില്ല എന്നാണ്. പിന്നെയോ ഞാനെന്നും എൻ പുത്രനെന്നും മറ്റും തോന്നുവതോർക്കുകൽ വെറും ദേഹത്തെ ആത്മാവാണെന്നു തെറ്റിദ്ധരിക്കയാൽ എൻ്റേതെന്നും എനിക്കെന്നുമുള്ള തോന്നൽ വരാൻ കാരണം ഈ ശരീരമാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഞാൻ ആത്മാവാണ്, ഈ ശരീരം ഉണ്ടായതാണ്, ആത്മാവ് എവർ എക്സിസ്റ്റിംഗ് ആണ്, ആത്മാവിന് ജനനവുമില്ല മരണവുമില്ല എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നശ്വരമായി തീരാവുന്ന ഈ ശരീരത്തുമ്പിൽ നമ്മൾക്ക് വലിയ ആകാംക്ഷ ഉണ്ടാവാൻ പാടില്ല. ഞാനെന്നും എൻ പുത്രനെന്നും മറ്റും തോന്നുവതോർക്കുകയിൽ വെറും ദേഹത്തെ ആത്മാവാണെന്നു തെറ്റിദ്ധരിക്കയാൽ ജ്യേഷ്ഠൻ എൻ മക്കളെ കൊന്നാനെന്നോർക്കായക സഹോദരി. ദയവ് ചെയ്ത് എൻ്റെ പൊന്നോമന ഏട്ടനുണ്ടല്ലോ, കംസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള്, അയാൾ കൊന്നൂന്ന് മാത്രം നീ മനസ്സിൽ വിചാരിക്കരുത്. അവർ തൻ കർമ്മമാം വാനോർ വാക്കാൽ ചെയ്യിച്ചതങ്ങനെ. വാനോര ദേവന്മാരെ എന്തോ പിടിപ്പുകേട് പറഞ്ഞു, ഞാനത് കേട്ടു, വശമായി എന്തോ അവരെ കൊന്നു. അതിലെ എന്നെ കുറ്റക്കാരനായിട്ട് പഴിക്കരുത് എന്നാണ് പറഞ്ഞത്. അവിടെ നമുക്ക് നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.